സഖാവ് അഴിക്കോടൻ ദിനമാണെന്ന് അതിനെത്തിച്ചേർന്ന എല്ലാ സഹകർക്കും ആദ്യം തന്നെ സ്വാഗതം പറയുന്നു. സഖാവ് അഴിക്കോടൻ രാഘവനെ കുറിച്ച് ഓർക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയെ ചുവപ്പണിയിച്ച നേതാവ് ആണ് സഖാവ് അഴിക്കോടൻ രാഘവൻ. അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ ഇവരെത്തിച്ചേർന്ന എല്ലാവരും സ്വാഗതം പറഞ്ഞു. പതാക ഉയർത്തി അനുസ്മരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് സഖാവ് കെ.ജി. സന്തോഷ് കുമാറിനെ ക്ഷണിക്കുന്നു. സഖാക്കളെ, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് മധു, സഖാവ് മനോജ്, സഖാവ് ഡേവിസ്, പ്രിയപ്പെട്ട സഖാക്കളെ, സഖാവ് അഴിക്കോടൻ രാഘവൻ രക്തസാക്ഷിയായതിൻ്റെ സ്മരണകൾ ഇന്ന് കേരളത്തിലെമ്പാടും പുതുക്കുകയാണ്. ഇത്രയും വലിയ ഉന്നത പദവിയിലിരുന്ന ഒരു സഖാവ്, MLA-യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനറും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഒക്കെയായിരുന്ന ഒരു സഖാവ് കേരളത്തിൽ രക്തസാക്ഷിയായത് സഖാവ് അഴിക്കോടനാണ്. മറ്റൊരു ഇതുപോലെ ഇത്രയും പ്രാധാന്യത്തോടു കൂടിയിരുന്ന മറ്റൊരു സഖാവ് കുഞ്ഞാലിയായി. സഖാവ് അഴിക്കോടൻ രാഘവൻ്റെ മരണം, രക്തസാക്ഷിത്വം കേരളത്തിലേറെ ഒച്ചപ്പാടുണ്ടാക്കിയ ഒന്നായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. തട്ടിൽ എസ്റ്റേറ്റ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന കരുണാകരനെ ബാധിക്കുന്ന രേഖകൾ നവാബ് രാജേന്ദ്രൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരുണാകരൻ നിർദ്ദേശപ്രകാരം പോലീസ് അദ്ദേഹത്തെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയുണ്ടായി. പക്ഷേ നവാബ് രാജേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും പോലീസിൽ ലഭിച്ചില്ല. പിന്നെ എപ്പോഴോ കിട്ടിയ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ രേഖകളും അഴിക്കോടൻ രാഘവനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊരു ധാരണ പോലീസിന് ഉണ്ടാവുകയുണ്ടായി. തുടർന്ന് നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായി സഖാവ് അഴിക്കോടൻ രാഘവനെ ക്രിമിനലുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. തൃശ്ശൂർ ജില്ലയിൽ വലിയ ഗൂഢാലോചന അതിൻ്റെ ഭാഗമായിട്ട് നടന്നു. അത് സംസ്ഥാന തലത്തിൽ തന്നെയുള്ള ഗൂഢാലോചന അതിൻ്റെ ഭാഗമായിട്ട് നടന്നു. അങ്ങനെ സഖാവ് അഴിക്കോടൻ രാഘവൻ ചെട്ടിയങ്ങാടിയിൽ കുത്തേറ്റ് മരിക്കുകയാണുണ്ടായത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും ശക്തനായി നിന്ന് പ്രവർത്തിച്ച AKG-ക്കൊപ്പവും CH കണാറിനൊപ്പവും എല്ലാം വളരെ ശക്തമായി കേരളത്തിലെമ്പാടും ഓടി നടന്ന് പാർട്ടി കെട്ടിപ്പടുത്ത സഖാവായിരുന്നു സഖാവ് അഴിക്കോടൻ. നിർഭയനായ, നിസ്വാർത്ഥനായ, അഴിമതിയുടെ കറപുരളാത്ത ജനസേവകനായ അഴിക്കോടൻ രാഘവൻ്റെ രക്തസാക്ഷിത്വം നമ്മളിന്ന് സ്മരിക്കുകയാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തും ഇന്ത്യയിലും വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വങ്ങളും ശത്രുവർഗങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനുള്ള എല്ലാവിധ ഗൂഢാലോചനകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് നാം പൊരുതി നേടിയ അവകാശങ്ങൾ, മതേതരത്വവും സോഷ്യലിസവും എല്ലാം തന്നെ ഭരണഘടനയിൽ നിന്ന് പോലും എടുത്തു കളയാനുള്ള നീക്കത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്. അതിനുവേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റെല്ലാ ജനവിഭാഗങ്ങളെയും മതവിഭാഗങ്ങളെയും ഒന്നിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ ഐക്യനിര രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരികയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രക്രിയയിൽ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇടതുപക്ഷ ബദലായി കേരള ഗവൺമെൻറ് ഇന്ത്യക്ക് വഴികാട്ടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ സഖാവ് അഴിക്കോടൻ്റെ സ്മരണ നമുക്കേവർക്കും പോരാട്ടങ്ങൾ മുന്നോട്ട് നയിക്കുന്നതിന് പ്രേരണയാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏവരുടെ അനുവാദത്തോടുകൂടി പതാക ഉയർത്തുകയാണ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. സഖാവ് അഴിക്കോടൻ രാഘവൻ സിന്ദാബാദ്. സെപ്റ്റംബർ 23 സിന്ദാബാദ്. സെപ്റ്റംബർ 23 സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. CPIM സിന്ദാബാദ്. CPIM സിന്ദാബാദ്.
വഴിക്കോടൻ രാഘവൻ സിന്ദാബാദ്. വഴിക്കോടൻ രാഘവൻ സിന്ദാബാദ്. വഴിക്കോടൻ രാഘവൻ സിന്ദാബാദ്. വഴിക്കോടൻ രാഘവൻ സിന്ദാബാദ്. സാക്ഷികൾ സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. ഇൻകുലാബ് 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 സിന്ദാബാദ്. ഇൻക്ലാബ് 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 സിന്ദാബാദ്. സഹാക്കളെ, സഖാവ് അഴീക്കോടൻ രാഘവൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഐക്യമുന്നണിയുടെ കൺവീനറുമായി പ്രവർത്തിക്കവേ തൃശ്ശൂരിൽ ചെട്ടിയങ്ങാടിയിൽ വെച്ച് 1972 കേവലം 52 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അതിനിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുകയാണ്. സഖാവിൻ്റെ രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ന്. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പതാക ഉയർത്തുന്നത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് AS ദിനകരനാണ്. സഖാവിനെ പതാക ഉയർത്തി സംസാരിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിച്ചോളും. പ്രിയപ്പെട്ട സഖാക്കളെ, നേരത്തെ സഖാവ് മധു പറഞ്ഞ പോലെ 52 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ഉജ്ജ്വലനായ തൊഴിലാളി നേതാവായും പ്രവർത്തിച്ചിരുന്ന സഖാവായിരുന്നു. അന്നത്തെ ഐക്യമുന്നണിയുടെ കൺവീനർ. അതുമാത്രമല്ല, സഖാവിന് കൊല ചെയ്യപ്പെടാനിടയായ സാഹചര്യം കരുണാകരനെതിരെയുള്ള തട്ടിൽ എസ്റ്റേറ്റ് കേസിൻ്റെ രേഖകൾ സഖാവിൻ്റെ കൈവശമുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുമായി അന്നത്തെ കാലത്തെ പാർട്ടി എന്നുകൊണ്ട് തന്നെ ഇന്നത്തെ പോലെ പിന്നെ ട്രെയിൻ ഇറങ്ങി വന്നാൽ കാറിൽ കൊണ്ടുപോകാനോ വേറെ വാഹനം വരാനോ ഒന്നുമില്ല. നടന്ന് ചെട്ടിയങ്ങാടിയിൽ വന്ന് അവിടുത്തെ ഒരു പഴയ ലോഡ്ജിൽ അന്ന് മാമക്കുട്ടിയേട്ടൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഏർപ്പാട് ചെയ്ത മുറിയിലേക്ക് നടന്നു പോകുന്ന സമയത്താണ് അദ്ദേഹത്തിനെ അവിടെ വെച്ച് കുത്തിവീഴ്ത്തുന്നത്. പലപ്പോഴും പാർട്ടി ഓഫീസിൽ വന്ന് അവിടെ കിടന്നുറങ്ങിയാണ് അദ്ദേഹം പോവുക. അങ്ങനെയൊക്കെ പിന്നെ സ്ഥിരമായി ആ ചെട്ടിയങ്ങാടിയിലൂടെ നടന്ന് പാർട്ടി ഓഫീസിലേക്കും രാത്രിയും പുലർച്ചെയും സമയം ഒരു പ്രത്യേകതയില്ലാതെ പോകുന്ന സഖാവിനെയാണ് വളരെ പിന്നെ യാദൃശ്ചികമായ സമയത്ത് പിന്നെ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള ഒരുപക്ഷെ കരുണാകരൻ്റെ കൂലിപ്പടയാളികൾ എന്ന് പറയാവുന്ന വിധത്തിൽ ഇടക്കാലം വെച്ച് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ ഏതാനും അതിതീവ്രവാദികൾ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന അത്തരം ആളുകളാണ് സഖാവ് അഴീക്കോടനെ കൊല ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയിലെ ആളുകളൊക്കെ തന്നെ ജനിക്കുന്നതിന് മുമ്പേ, ഇപ്പോൾ ഞാനുൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ് സഖാവ് അഴീക്കോടൻ്റെ പിന്നെ കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ അന്ന് തന്നെ ഉണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ അർത്ഥത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു വ്യക്തിത്വം എന്ന അടിസ്ഥാനത്തിൽ വളർന്നു വരേണ്ടിയിരുന്ന സഖാവ് അഴീക്കോടനെയാണ് അവർ അന്ന് കൊല ചെയ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ കൊല ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായി സഖാവ് അഴീക്കോടൻ്റെ രക്തസാക്ഷി ദിനം മാറുകയാണ്. കേരളത്തിൽ CPM ആണ് കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ നേതാക്കളെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിനകത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 256 പേര് കൊല ചെയ്യപ്പെട്ടതാണ് കേരളത്തിനകത്ത്. അത് RSS ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, എല്ലാവരും കൊല ചെയ്യപ്പെട്ടതാണ് നമ്മുടെ നേതാക്കൾ. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് തൃശ്ശൂരിലെ അങ്ങാടിയിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്ന സഖാവ് എന്ന അടിസ്ഥാനത്തിലാണ് സഖാവ് അഴീക്കോടൻ്റെ ധീരസ്മരണകൾ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷിത്വമായി മാറുന്നത് തന്നെ. വളരെ പിന്നെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ഞാനേറെ വിശദാംശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയല്ല. ഇന്ത്യ രാജ്യം പിന്നെ ഭീതിതമായൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ലോകം തന്നെ ഉറ്റുനോക്കുന്ന പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായ ഇന്ത്യ രാജ്യം നപുംസക ലിംഗങ്ങളുടെ പോലെ അല്ലെങ്കിൽ നപുംസക നിലപാടെടുക്കുന്നു എന്ന വിധത്തിലേക്ക് പോകുന്നു. അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാനാവില്ല. ലോകത്ത് ആകെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധത്തിനെതിരായിട്ടുള്ള കടുത്ത പോരാട്ടം നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ UK-യും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെ അതിനെതിരായിട്ടുള്ള വലിയ പോരാട്ട രംഗത്ത് വരികയാണ് പരസ്യമായി. എന്നിട്ട് പോലും ഇന്ത്യ രാജ്യത്തിന് പലപ്പോഴും ശരിയായ നിലപാടെടുക്കാൻ വർത്തമാനം പറയാൻ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആകുന്നില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഞാൻ ആകെ വിശേഷങ്ങളിലേക്ക് പോകുന്നില്ല. രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ പോലും അപകടപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഇന്ത്യൻ ഭരണാധികാരികൾ നീങ്ങുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ അതിന് സൂചനയാണ്. ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ മോദിക്ക് പിന്നെ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാനായില്ല എന്ന് മാത്രമല്ല
വരാനിരിക്കുന്ന നാളുകളിലൊക്കെ തന്നെ കടുത്ത പരീക്ഷണത്തെ നേരിടേണ്ടി വരും എന്ന കാര്യം അവർക്ക് ബോധ്യമാണ്. അതാണ് ഇപ്പോൾ ഈ വോട്ടർ പട്ടികയുടെ രംഗത്തൊക്കെ ഉണ്ടാക്കുന്ന പുതിയ പരിഷ്കാരങ്ങൾ. കേരളത്തിൽ അത് പാടില്ല എന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇപ്പോൾ കത്തയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വിധത്തിലേക്ക് പ്രതിരോധം വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് മോദിക്കെതിരായിട്ടുള്ള നിലപാടുകൾ കടുപ്പിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ആവർത്തി കൂടെ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ നമുക്ക് രണ്ടഭിപ്രായമില്ല. ആ വിധത്തിലേക്ക് വരുന്ന സമയത്താണ് കേരളത്തിലെ സർക്കാരിനെതിരായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. മാധ്യമങ്ങളുടെയൊക്കെ തന്നെ കൂട്ടോടുകൂടി സഹായത്തോടു കൂടിയിട്ട് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാകുന്നുണ്ട്, വിശേഷിച്ച് CPIM ആകുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരാവർത്തി കൂടെ വരും എന്ന കാര്യം ഉറപ്പിച്ചുകൊണ്ടാണ് സഖാവ് അഴീക്കോടൻ ദിനാചരണം കടന്നു പോകുന്നത്. മറ്റു വിശേഷങ്ങളിലേക്ക് പോകാതെ സഖാവ് അഴീക്കോടൻ രാഘവൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ രക്തപതാക ഞാൻ ഉയർത്തുകയാണ്. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, അഴീക്കോടൻ ദിനം സിന്ദാബാദ്, അഴീക്കോടൻ ദിനം സിന്ദാബാദ്, സെപ്റ്റംബർ 23 സിന്ദാബാദ്, സെപ്റ്റംബർ 23 സിന്ദാബാദ്, സെപ്റ്റംബർ 23 സിന്ദാബാദ്, സെപ്റ്റംബർ 23 സിന്ദാബാദ്, അഴീക്കോടൻ ദിനം സിന്ദാബാദ്, അഴീക്കോടൻ ദിനം സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്.